ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഒരുങ്ങിയ SIT ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും വീണ്ടും പരിശോധിക്കും. സ്വർണ്ണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയ്ക്ക് വേണ്ടി SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടെന്നും തട്ടിപ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും ജയറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. സിജോ വി ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സിജോ, ഇനി എന്താണ് SIT അന്വേഷിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എവിടെയാണെന്നുള്ളത് സംബന്ധിച്ചാണ്. ഈ സ്വർണം കൊണ്ടുപോയി അതിനുശേഷം അത് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ അത് എവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. നേരത്തെ നമ്മൾ ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എന്നായിരുന്നു. പക്ഷേ അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമല്ല, അതിന് തത്തുല്യമായ ഒരു ഗോൾഡാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള ഒരു പരിശോധനകളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിൽ എത്രത്തോളം അളവ് സ്വർണം തട്ടിയെടുത്തിട്ട് ഉണ്ടെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത്. നേരത്തെ 2 തവണ SIT സംഘം ശബരിമല സന്നിധാനത്തെത്തി ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും പരിശോധിച്ചിരുന്നു. പക്ഷേ ആ റിസൾട്ടുകളിലൊന്നും ഇതിൻ്റെ കൃത്യമായൊരു അളവിനെ കുറിച്ചൊന്നും തൂക്കത്തെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ SIT വീണ്ടും സന്നിധാനത്തെത്തി പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുമതി ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വൈകാതെ തന്നെ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെയാണ് അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു സുപ്രധാനമായ നീക്കം നടത്തിയിരിക്കുന്നത്. നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് ജയറാമിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയറാമിന് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നുള്ള രീതിയിലല്ല, പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ച് അതിൽ ഒരു നിർണായക സാക്ഷിയാക്കി മാറ്റുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുക. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി വിവിധയിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു. അതിൽ പൂജ നടത്തി ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഭാഗമായി ജയറാമിൻ്റെ വീട്ടിലും എത്തിച്ചു. അതോടൊപ്പം തന്നെ ജയറാം സ്മാർട്ട് ക്രിയേഷൻസിൽ ആ പൂജാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോട്ടയത്തെ ഒരു ചടങ്ങിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ജയറാം മൊഴി നൽകിയിരിക്കുന്നത്. ഇനി അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായി ജയറാമിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതായത് തനിക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയുമായിരുന്നില്ല ഒരു വിവരമാണ് ഇപ്പോൾ ജയറാം മൊഴിയായി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. പിന്നീട് പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പറയുന്നത് ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പൂജ നടത്താമെന്ന് പറയുന്നത്. താൻ അതിന് സമ്മതിക്കുകയും ചെയ്യായിരുന്നു. നമുക്കറിയാം ജയറാം ഒരു അയ്യപ്പ ഭക്തനാണ്, വിശ്വാസിയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ജയറാമിനെ ഇങ്ങനെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജയറാം അത് സമ്മതിക്കുന്നുള്ള കാര്യം അയാൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോസൊക്കെ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് മറ്റ് പല ആളുകളെയൊക്കെ കാണിച്ചത് ജയറാമിൻ്റെ അടുത്ത് എത്തിച്ച് പൂജ നടത്തിയിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിവിധയിടങ്ങളിൽ അതും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായകരമായ രീതിയിൽ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയറാമിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ജയറാമിന് എങ്ങനെ പോറ്റിയുമായിട്ടുള്ള എന്ത് ബന്ധമാണ് ഈ SIT അന്വേഷിക്കുന്നത്? കേവലം പരിചയക്കാർ എന്നാണ് ജയറാം പറഞ്ഞതെങ്കിലും ജയറാമിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് SIT സംശയിക്കുന്നുണ്ടോ? ഇല്ല, കേസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ജയറാമിന് പരിചയം അല്ലെങ്കിൽ ബന്ധമുണ്ടെന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള തെളിവുമില്ല. അന്വേഷണ സംഘം പ്രധാനമായും ജയറാമിനെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും സംസ്ഥാനത്തും അകത്തും പുറത്തും വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ എത്തിച്ചതിൻ്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപയാണ് പല ആളുകളിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊണ്ടുപോയി വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, തെളിയിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ജയറാമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയറാമിനോടൊപ്പം തന്നെ മറ്റ് പല വ്യവസായികളുടെ വീടുകളിലുമൊക്കെ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപ വാങ്ങി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നു, അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയറാമിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള വല്ല ശ്രമവും ഉണ്ടോ SITയുടെ ഭാഗത്ത് നിന്ന്? സിജോ, കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എന്ന നിലയിൽ അന്വേഷണ സംഘം ഇതുവരെയും ഒരു കാര്യം പറയുന്നില്ല. കാരണം കടകംപള്ളിയെ
ഇതുമായി കണക്ട് ചെയ്യുന്ന ചില മൊഴികൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്മകുമാറും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും 2019 കൊണ്ടുപോകുന്നതിന് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിരിക്കുന്നത് ദേവസ്വം വകുപ്പിനാണെന്നും അത് പിന്നീട് ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡിജിറ്റൽ തെളിവുകളോ മറ്റു വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല.